ചെയ്യാൻ ഇങ്ങനെയുള്ള ഒരു പുലി ഉണ്ടാക്കാൻ പോവാം. ആദ്യം നമ്മൾ ഹലോ, അഫീസ് നോട്ട്ബുക്കിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തേതൊരു ഈദിൻ്റെ അന്നത്തെ ഡേ ഇൻ മൈ ലൈഫാണ്, ഒരു വ്ളോഗാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ കാര്യമായിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഒന്നുമല്ല, ജസ്റ്റ് ചെറിയൊരു തോതിൽ. ഇതിപ്പോൾ തലേ ദിവസത്താണ്. ചുരിദാറിൻ്റെ ടോപ്പ് അടിക്കാനുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ വെട്ടലും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ തലേദിവസം രാത്രി വൈകിട്ടാണ് അടിച്ചത്. അപ്പോൾ തലേ ദിവസം ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മൈലാഞ്ചി ഇടാനിരുന്നു. 12 മണി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഐശാനെ ഉറക്കി കിടത്തിയിട്ട് സിമ്പിൾ ഡിസൈൻ ഇടാന്ന് വെച്ചിട്ട് അങ്ങനെ ഇരുന്നാണ്. അതിൻ്റെ ഇടയിൽ അവൾ എണീറ്റ് വന്ന്. എനിക്കറിയാം എന്തായാലും വലിയ ഡിസൈൻ ഇടാന്ന് നല്ല തീർക്കാൻ പറ്റൂലെന്ന്. അപ്പം ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് ഇട്ട് നോക്കുന്നത്. ചില നേരത്തെ എനിക്ക് സിമ്പിൾ ഡിസൈനുകൾ ഇടാനാണ് ഇഷ്ടം. അങ്ങനത്തെ ഒരു 3 ഡിസൈൻ ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സിമ്പിൾ ഡിസൈൻ, അതുപോലെ ഒരു ഡിസൈന് നമ്മൾ മൈലാഞ്ചി ഡിസൈൻ ഇടാൻ അറിയാത്തവർക്ക് പോലും ഇടാൻ പറ്റുന്ന തരത്തിലുള്ള ഡിസൈൻ ഒരെണ്ണിട്ടായിരുന്നു കേട്ടോ. അപ്പം അതിന് കുഴപ്പമില്ലാത്ത വ്യൂസൊക്കെ ഉണ്ട്. കുറേ പേരൊക്കെ കണ്ടിട്ട് ഇഷ്ടമായി ആ ഡിസൈൻ. പിന്നെ ഡ്രസ്സ് എടുക്കാനൊന്നും അങ്ങനെ പോയൊന്നുമില്ല കേട്ടോ. മാക്സിമം നമ്മൾ യാത്രകളും ഈ കൂടിച്ചേരലുകളും ഒഴിവാക്കിയാൽ അത്രയും നല്ലതല്ലേന്ന് വെച്ചിട്ട് ഡ്രസ്സ് എടുക്കാൻ അങ്ങനെ പോയില്ല. അപ്പോൾ പിള്ളേർക്കുള്ള ഡ്രസ്സ് ആബിത്ത എടുത്തുകൊണ്ടുവന്നു. ആബിത്താക്ക് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു, അങ്ങനെ എടുത്തുകൊണ്ടുവന്നു. അല്ലാണ്ട് ഞങ്ങളായിട്ട് അങ്ങനെ പോയി എടുക്കലും ഇതാക്കിയാലും നിന്നില്ല. പിന്നെ ടോപ്പ് അടിക്കാനുള്ള തുണി ഇതുപോലെ ഓൺലൈനായിട്ട് അങ്ങനെ എടുത്താണ്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ കേസുകൾ ഇങ്ങനെ കൂടിക്കൂടി വരുന്ന കാണുമ്പോൾ ഒരു ടെൻഷനാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ഇതൊക്കെ ഒന്ന് കുറയട്ടെ എന്നാണ്. മാക്സിമം എല്ലാവരും വീട്ടിലിരിക്കുക, യാത്രകൾ മാക്സിമം ഒഴിവാക്കുക, സ്റ്റേ അറ്റ് ഹോം പാലിക്കുക. ഈ ഫസ്റ്റ് ട്രിപ്പ് ഫ്ലവർ ഉണങ്ങിയിരിക്കുന്ന കണ്ടില്ലേ, ആ വരച്ച് കഴിഞ്ഞതിൻ്റെ ഇടയിൽ ഐഷ എനിക്ക് വന്നു. അപ്പോൾ ഞാൻ അവളെ പോയി ഉറക്കിയിട്ട് വീണ്ടും വന്നിട്ടാണ് ഈ ഇടുന്നത്. അതാണ് രണ്ടും കളർ വ്യത്യാസമായിട്ടിരിക്കുന്നത് കേട്ടോ. ഞാനപ്പോൾ എന്തായാലും ഒരു ഫിംഗറിന് മാത്രം ഡിസൈൻ വരച്ച് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ തന്നെ ഐഷ എനിക്ക് വന്ന് അങ്ങനെ ഉറങ്ങാൻ പോയി. അങ്ങനെ പെരുന്നാളിൻ്റെ അന്നത്തെ ദിവസം കുറച്ച് നേരത്തെ തന്നെ പണികളൊക്കെ തുടങ്ങണം. ഉമ്മക്ക് അങ്ങനെയാണ്, നേരത്തെ തന്നെ തുടങ്ങണം. അപ്പോൾ നേരത്തെ പരിപാടികളൊക്കെ തുടങ്ങണ്. ഉമ്മ അവിടെ വെളുത്തുള്ളി സംഭവങ്ങളൊക്കെ തോലളഞ്ഞ് വെച്ചിട്ടുണ്ട്. പെരുന്നാളിന് ബിരിയാണി ഇല്ലാണ്ട് എന്ത് പെരുന്നാളല്ലേ, ബിരിയാണി ഇല്ലാണ്ട്. ഇവിടെ ബീഫ് ബിരിയാണിയാണ് കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കണം. ഞങ്ങൾ തന്നെ ഉള്ളൂ, ഞാനും ഉപ്പയും ഉമ്മയും അയാനും ഐഷയും. ഉച്ചക്കാലത്തേക്ക് ഞങ്ങൾ തന്നെ ഉള്ളൂ. പിന്നെ വൈകിട്ടാകുമ്പോഴാണ് ആദ്യത്തൊക്കെ വരാം. അപ്പോൾ ബിരിയാണി പണി ചെയ്യണതിൻ്റെ ഇടയിൽ തന്നെ ഞങ്ങൾ ദോശ ഉണ്ടാക്കി അവിടെ നിന്ന് തന്നെ ജസ്റ്റ് കഴിക്കുകയാണ് ചൂടോട് കൂടിയിട്ട്.
ഇനി കുറച്ച് പുറത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇതെന്താണെന്ന് മനസ്സിലായില്ലേ? കൊള്ളിക്കിഴങ്ങിൻ്റെ തയ്യാണ്. കൊള്ളിക്കിഴങ്ങ് കേട്ടോ. ഞാനപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഉപ്പാടേയും ഉമ്മാടേയും പച്ചക്കറി കൃഷി കാണിച്ചിരുന്നു. അപ്പോൾ കൊള്ളി കുത്തിയിട്ടുള്ള വീഡിയോ ഞാൻ കാണിച്ചുള്ളൂ. ഈ ഒരു സംഭവം കാണിക്കാൻ വിട്ടുപോയി. ഇത് വളർന്നതിന് ശേഷമുള്ള ഒരു സെറ്റപ്പ് ഞാൻ കാണിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാനത് കാണിക്കുകയാണ്. ഞങ്ങൾ 2-3 പ്രാവശ്യമൊക്കെ പറിച്ചെടുത്തിട്ടോ അതിൽ നിന്ന്. അപ്പം എൻ്റെ മൈലാഞ്ചി ഇതുപോലെ ചോന്നിട്ടുണ്ട്. നന്നായി ചോക്കും ഇത് കേട്ടോ. അപ്പോൾ ദേ ഇവിടെ ബിരിയാണി ദമ്മിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുളിക്കണം, പിന്നെ നിസ്കരിക്കണം. പെരുന്നാൾ നിസ്കാരം ളുഹർ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണം എടുക്കുള്ളൂ. അപ്പോൾ ഈ കുട്ടികൾ ഞങ്ങളെ പടിഞ്ഞാറ് വീട്ടിലത്താണ്. അപ്പോൾ അവർ വന്നപ്പോൾ ഉണ്ണിനെ കൊണ്ട് പാട്ട് പാടിച്ചാണ്. ജസ്റ്റ് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ തൊട്ട് മുന്നായിട്ട് പണി കിട്ടി, കറണ്ട് പോയി. അതാണ് ഇങ്ങനെ ഇരുട്ടിട്ടാ. അപ്പോൾ അതേ ചോറൊക്കെ നല്ല ചൂടും നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി അത് കഴിക്കണ പരിപാടിയാണ്. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്ന റെസിപ്പി ഒന്നും ഇതിൽ കാണിക്കാഞ്ഞത് ഞാൻ മുൻപത്തെ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്, വിരുന്നിൻ്റെ വീഡിയോയിൽ. അപ്പോൾ വേണമെന്നുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ഞാൻ കൊടുക്കാം കേട്ടോ. മട്ടൻ ബിരിയാണി, ബീഫ് ബിരിയാണി സെയിം പ്രോസസ്സ് തന്നെ. ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചേരൊക്കെ ഉറക്കി. ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ ഒരു ക്ഷീണമല്ലേ. ഉച്ചക്ക് അങ്ങനെ ഒന്നും ഉറങ്ങാറൊന്നുമില്ല ഇപ്പം, പക്ഷേ ഒന്നും ഉറങ്ങി. പിന്നെ ഇത് വൈകിട്ടത്താണ് ഈ കാണുന്നതൊക്കെ. പിന്നെ വൈകിട്ട് മഗ്‌രിബ് നിസ്കാരം ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഉമ്മാക്ക് മൈലാഞ്ചിട്ട് കൊടുക്കാനിരുന്നു. ഉമ്മാക്ക് പെരുന്നാളിൻ്റെ അന്നാണ് ഞാൻ മൈലാഞ്ചിട്ട് കൊടുത്തത്. പിന്നെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് എവിടെയും പോകാനൊന്നുമില്ല. എനിക്ക് പോകാനെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ ആരുമില്ല, അവരൊക്കെ ഷാർജയിലാണ്. അപ്പം അത് കാരണം വേറെ പ്രത്യേകിച്ച് അങ്ങോട്ട് പോകാനില്ല. ഇവിടെ തന്നെ ആണ് പെരുന്നാൾ ആഘോഷമൊക്കെ. പിന്നെ കുറച്ചു നേരം അയാനുവിൻ്റെ പാട്ടും ഒക്കെ ആയിട്ട് അങ്ങനെ ഇരുന്ന്. ഇന്ന് നമ്മളൊരു പുലി ഉണ്ടാക്കാൻ പോവാം. ആദ്യം നമ്മൾ ഇതിന് ഇങ്ങനെ അപ്പൊ നമ്മൾ ഇത് ഉണ്ടാക്കി. പിന്നെ കണ്ടോ ഈ സാധനം ഇത് ഇങ്ങനെ വെച്ചിട്ട് കണ്ടോ ഈ ഭാഗത്തിന് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് നോക്കിയ ഈ ഭാഗമില്ല, ഈ ഭാഗത്തിന് കണ്ടോ ഇങ്ങനത്തെ ഒരു പസിൽസ് ചെയ്യും. അതിന് നോക്കിയാൽ നമ്മൾ ഇങ്ങനെ വെക്കാം. കണ്ടോ ശരിയായില്ലേ? പിന്നെ നമ്മൾ നോക്കിയേ ഇതിന് കണ്ടോ ഇതിന് ഇവിടെ അപ്പതേ ഭംഗിയുണ്ട്. ഇതാരാണ്? പുലിയല്ല, സിംഹം. ഇതോ? അതാ ഇതോ? പാമ്പ്. ഇതോ? ഇതാ കരടി. ഇതോ? അത് ആന. ഇതോ? അത് കിളി. ഇതോ? അത് കുരങ്ങൻ. ഇതോ? അത് സീബ്ര. ഇതോ? അതാ കുയില്. കിളി. കിളി. ഐശ വെച്ച
ഐഷ പസിൽസ് വെച്ചേ അമ്മക്ക് ഇഷ്ടപ്പെട്ടാ ഇതിങ്ങനെ എടുക്കാൻ പറ്റില്ല. എനിക്ക് ഇത് 3 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയിട്ടുള്ള പസിൽസ് ആണ് കേട്ടോ. ഞാനിപ്പോൾ വാങ്ങിയിട്ട് ഒരു കൊല്ലത്തിന് മേലായി. ആമസോൺ അല്ല, ഫസ്റ്റ് ക്രൈ എന്നുള്ള സൈറ്റിൽ നിന്ന് വാങ്ങിയിട്ട് നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. കുട്ടികൾക്കൊക്കെ നല്ലതാണ്, നല്ലൊരു ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കാൻ. ഇതിൻ്റെ ഇതുണ്ട്. ഇതിപ്പോൾ ജംഗിൾ തീമാണ്, പല തീമുകളുണ്ട് ഇതിൻ്റെ. അഫീസ് നോട്ട്ബുക്ക് നാട്ടിലെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതാത്ത റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആണ്. തൊട്ടപ്പുറത്ത് കാണുന്ന ഒരു ബെല്ലിൻ്റെ ഐക്കൺ കാണാം, അതും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ 3 ഓപ്ഷൻസ് ഇങ്ങനെ കാണിക്കും. അത് പ്രസ് ചെയ്യുമ്പോൾ അപ്പോൾ അതിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്താലാണ് ഇനി എന്തൊക്കെ വീഡിയോസ് ഇട്ടാലും നോട്ടിഫിക്കേഷൻ ലഭിക്കുക. ഇനി ടൈറ്റിലിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഒരു സിമ്പിളില്ലേ, അത് ക്ലിക്ക് ചെയ്താൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. ഇതുപോലെ ബ്ലൂ കളറിൽ ലിങ്കുകളൊക്കെ കാണാം. ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റാഗ്രാം പേജിൻ്റെയും വേറെ വീഡിയോസിൻ്റെ ഒക്കെ ലിങ്ക് ഉണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അങ്ങനെ 2020 വലിയ പെരുന്നാളും കഴിഞ്ഞു. ഇൻഷാ അല്ലാ ഇനി യോഗ ഉണ്ടെങ്കിൽ അടുത്ത പെരുന്നാൾ നമുക്ക് എല്ലാവർക്കും കൂടാം. അപ്പോൾ നിങ്ങളുടെ സജഷൻസ് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, എന്തായാലും കമൻറ്റ് ചെയ്യുക. ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്